ആ കൊച്ചി തോട്ടന്റെ കപ്പൽ വല്ലതും അടുത്തിട്ടുണ്ടോ? മറ്റന്നാ ഒരു കപ്പൽ അടുക്കുമെന്ന് കേട്ടോ. നിങ്ങളെപ്പോഴാണ് വെള്ളം തള്ളിയത്? ഞങ്ങൾ ഇന്നലെ കോള് കൊണ്ടപ്പോ തള്ളിയതാ. നിങ്ങൾ നിനക്ക് എന്തുവാണോ നമ്മളെ തകരിയ പിടിച്ചോ ശിവരാമ? ഞങ്ങള് നാളെ എത്തുന്നുള്ളൂ. കൂട്ടപ്പന സംഗതി പിടി കിട്ടിയോടാ. ചമ്മാച്ചന്റെ കടവിൽ രാത്രി വള്ളം കെട്ടത്തക്ക വണ്ണവേ ഇവൻ കരുക്കോല് കൊത്തു. എനിക്കെന്റെ വീട്ടിൽ കയറി എന്റെ അച്ഛനെ ഒന്ന് കാണണം. ആ മൂപ്പിലെ കാണാനല്ലടാ ഇവൻ ചെമ്മാച്ചന്റെ കടയിൽ വള്ളം കെട്ടുന്നത്. കടത്തുകളയിൽ പാറൂതയുടെ മോളെ കാണാനാ. തങ്കമ്മയല്ലേ നീലാണ് ചേട്ടാ? കൂട്ടപ്പന സംഗതി പിടികിട്ടിയല്ലോ. നീലാണ്ടൻ ചേട്ടനാണെങ്കിൽ മക്കളെ പോലും കാണണമെന്നില്ല. അതിന്റെ ഫലം ഈടെ കിട്ടി. മമ്മത് അറിഞ്ഞാ? ഇല്ല. നീ പോടാ. നമ്മുടെ നീലാണ്ടൻ ചേട്ടൻ കല്യാണം കഴിച്ചത് മുതല് മാസത്തിൽ ഒരിക്കലെങ്ങാനും അർദ്ധരാത്രി വീട്ടിൽ കയറി ചെല്ലുകയാണല്ലോ പതിവ്. പിള്ളേരെല്ലാം ഉറക്കവുമായിരിക്കും. നേരം വെളുക്കുന്നതിന് മുമ്പ് അയ്യോ ഏറ്റം കൊണ്ടേ എന്ന് പറഞ്ഞ ഒറ്റ പോക്ക. വർഷങ്ങളായിട്ടുള്ള പതിവാണല്ലോ ഇത്. ഇന്നാളൊരു ദിവസം അർദ്ധരാത്രിയിൽ നീലാടൻ ചേട്ടൻ പതുങ്ങിച്ചെന്ന് ഭാര്യയെ വിളിച്ചു. മൂത്ത ചെറുക്കനുണ്ടല്ലോ, അവൻ ഉറങ്ങിക്കിടക്കായിരുന്നു. പെട്ടെന്ന് ഇത് കണ്ടു. ആരാന്ന് പറയും ചാടി എഴുന്നേറ്റ് നീലാണ്ടൻ ചേട്ടന്റെ പള്ളിക്കൊരു പിടി. ചെറുക്കൻ തള്ളയെ തെറ്റിദ്ധരിച്ച് കാണുമല്ലോ. ചെറുക്കനെ കുറ്റം പറയണ്ടോ? അവൻ ആദ്യമായിട്ടല്ലോ ഇയാളെ കാണുന്നത്. എന്തിനാടാ എപ്പോഴും കപ്പലെന്ന് പറഞ്ഞൊരു വിചാരം? ഒരു കപ്പല് പ്രായം വന്നിട്ട് നിനക്ക് ഈ വിചാരമല്ല വേറെ ഒന്നുമില്ല. ഞാനൊരു സ്വപ്നം കാണുകയായിരുന്നു നീലാണ്ടൻ ചേട്ടൻ. എനിക്കൊരാശയമുള്ളൂ, ഒരു കപ്പലിൽ കയറി ലോകം മുഴുവൻ ഒന്ന് ചുറ്റണം. നീ വേറൊരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തോന്ന്? തങ്കമ്മ. അപ്പോഴേ എനിക്ക് മാത്രം ചോറ് വെച്ചാ മതിയല്ലോ ശിവരാമ. അത് മതി നീലാണ്ടൻ ചേട്ടാ. വീട്ടിൽ ചെന്ന് ചോറ് തിന്നില്ലെങ്കിൽ അച്ഛന് പിന്നെ ഉറക്കം ഉണ്ടാവില്ല. ഞാൻ കൂടെ ഇരുന്ന് ചോറ് വാരിത്തിനാണ്. മൂപ്പർക്ക് നീ അല്ലാതെ പിന്നെ വേറെ ആരുണ്ട്? അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ കഴുക്കോല് കൊണ്ട് കഴിയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പലിൽ ഒരു ഓടിക്കാരനായി ഞാൻ കിടന്നു കൂടിയനെ. നേരെ ഒരുപാടായി വെള്ളം കുട്ടട്ടെ. കൈതപ്പുഴ കായലിലെ കാറ്റിന്റെ കൈകളിലെ കൈതപ്പുഴ കായലിലെ കാറ്റിന്റെ കൈകളിലെ കളിച്ചിരി മാറാത്ത കണ്ണിയോ. തങ്കമ്മേ, ആ വള്ളം ഏതാണെന്ന് നോക്ക്. തിരക്കുമുള്ള എടി കള്ളി, ഇവളാ വളവ് തിരിഞ്ഞുടനെ ശിവരാമൻ ചേട്ടന്റെ വള്ളം കണ്ടത്. എന്നിട്ട് നമ്മളെ പറ്റിക്കാൻ പറയുന്ന പറച്ചിൽ കേട്ടില്ലേ? നോക്കട്ടെ നോക്ക്, നിന്നെ തന്നെ നോക്കുന്നു. ആ നിന്നെ കണ്ടപ്പോൾ ഒരു ചിരിയായി. എന്തെങ്കിലും ഒന്ന് പറയടി പെണ്ണെ. ഈ പെണ്ണ കൂടി ഇടുന്നു. ആ ശിവരാമൻ ചേട്ടാ, പെണ്ണുങ്ങൾ കക്ക വാരുന്നത് ആദ്യം കാണുവാണോ? ആണുങ്ങൾ വള്ളം ഒന്നും നീ ആദ്യം കാണുകയായിരിക്കും. അയ്യോ, ഞാനങ്ങനെ ഒന്നും വിളിച്ചു നോക്കിയില്ലല്ലോ. ഞാൻ വിളിച്ചു നോക്കുന്നത് നീ എങ്ങനെ കണ്ടു? പെണ്ണങ്ങ് നാണിച്ചു. അവള് മഹാ വിളഞ്ഞതല്ലോ. അവളെ മുമ്പിൽ എനിക്ക് തോക്കാൻ ഒക്കോ ജാനകി? ശിവരാമൻ ചേട്ടൻ അങ്ങനൊന്നും നോക്കത്തില്ല. അവൾ എന്തിയേ? നാണിച്ച് വെള്ളത്തിനടിയിൽ എങ്ങാനും തന്നെ കാണും. എന്തുവാണ് ശിവരാമ വള്ളം കിടപോലെ? തന്റെ മീശയ്ക്ക് കാറ്റ് പിടിച്ചതുകൊണ്ടാ. എന്റെ മീശയ്ക്ക് കാറ്റ് പിടിച്ചാലേ വള്ളം ഒലയത്തില്ല, വള്ളം മുന്നോട്ട് പോകത്തേ ഉള്ളൂ. എന്നാ ചരക്കിന്റെ ഭാരം കൊണ്ടാ. വള്ളം ഒലയ്ക്കുന്ന ചരക്ക് ഏതാടാ ശിവരാമ? വേറൊന്നുമല്ല നീലാണ്ടൻ ചേട്ടാ, തങ്കമ്മയാണ്. ആഹാ, മോളാണോടി? എടി പെണ്ണേ, ചെറുക്കനെ പിടിച്ച് വെള്ളത്തിലിടല്ലേ തങ്കമ്മോ. അങ്ങനെ ഒന്നും ഞാൻ വെള്ളത്തിലാവൂല. നിശ്ചയമാണോ? നിശ്ചയം തന്നെ. അപ്പോഴേ എനിക്ക് ബെൽറ്റ് പാടി കൊണ്ടുവന്നോ? എന്താ? എനിക്ക് ബെൽറ്റ് പാടി കൊണ്ടുവന്നോന്ന്. നിനക്കിപ്പോ അതിന്റെ ആവശ്യം ഇല്ലല്ലോടി പെണ്ണേ. അയ്യേ,
എടാ ശിവരാമോ, എടാ എനിക്കും പുറത്തോട്ട് ഇറങ്ങണമല്ലോ. ആ ഇറങ്ങിയിട്ട് ഉടനെ അങ്ങ് പോരെ. ദേ രാത്രി വള്ളത്തിൽ തന്നെ കാണണം. ആഹാ, അപ്പൊ ഞാനിവിടെ കിടന്ന് കൊതുകടി കൊണ്ടോളാം. ആ നടക്കട്ടെ നടക്കട്ടെ, എന്റെ കാര്യമെങ്കിലും നടക്കട്ടെ. എന്നാ അപ്പഴേ വെളുപ്പിനെ പോരണേ, ഇറക്കമാ, നല്ല കാറ്റ് കിട്ടും. ആ അപ്പഴേ സുഖിച്ച് കിടന്ന് ഉറയിക്കളഞ്ഞേക്കരുത് കേട്ടോ. വെളുപ്പിന് അച്ഛൻ വിളിച്ചുണർത്തിക്കൊള്ളും. ഓ എന്തായാലും കുളിച്ചിട്ട് വള്ളത്തെ കയറിയാ മതി. ചരക്കും വെള്ളമാ ഇത്. മീൻ വല്ലതും ഉണ്ടോ? അലിഞ്ഞ മത്തിയാ. ചരക്ക് കൊല്ലത്തിനാണോ? അതെ. പത്തനാളിലേടോ ദേ മകൻ വന്നിരിക്കുന്നു. നീ ഉച്ചയ്ക്ക് വല്ലതും തിന്നതാണോടാ? അതെ. ശിവരാമൻ ഇന്ന് നേരത്തെ വെള്ളം കെട്ടിയില്ല. ആ കാറ്റ് തഞ്ചത്തിന് കിട്ടി. വള്ളത്തേലെ പണി വേണ്ടെന്ന് വെച്ചിട്ട് കടയിൽ നിൽക്കാൻ പറഞ്ഞ അവൻ കേൾക്കില്ല. ഞങ്ങൾ രണ്ടുപേരുടെ ചെലവ് ഈ കട കൊണ്ട് നടക്കില്ലേ ശങ്കരപ്പിള്ള? ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും വീട്ടിനകത്ത് കുത്തിയിരിക്കാൻ പറഞ്ഞാ കേക്കില്ലണോ പത്മനാഭ? കപ്പലിലെങ്ങാനും വല്ല ജോലിയും കിട്ടി ലോകം മുഴുവൻ ഒന്ന് ചുറ്റിക്കാണണമെന്നാ എന്റെ ആശ. ആ പോടും. എടാ എന്റെ കണ്ണൊന്ന് അടഞ്ഞിട്ട് നീ എവിടെ വേണമെങ്കിലും പൊയ്ക്കോടാ. നാരണ നമ്മള് പറ്റിലെഴുതിക്കോണം. ഞാനും പോവാൻ എന്റെ പറ്റിലെഴുതിക്കണം. നോക്ക് നോക്ക് നോക്ക്. പിന്നെ ഞാനും വരുന്നുണ്ടോ? വല്ല കാൽ മീനൊക്കെ വന്നിട്ടുണ്ടോ നോക്കാം. എടാ മോനെ, ഞാൻ വന്നാലേ നീ ഇവിടുന്ന് പോകാവൂ കേട്ടാ. ശിവരാമചേട്ടനോട് കൊച്ചിലെ മുതലേ എനിക്കിഷ്ടമാ. ആഹാ, നമ്മള് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഒരു ദിവസം നിന്റെ സ്ലേറ്റ് ഞാൻ പൊട്ടിച്ചെന്നും പറഞ്ഞ് ഈ ശിവരാമൻ ചേട്ടൻ എന്നോട് വഴക്കിന് വന്നെ നീ ഓർക്കുന്നോ? എന്നില്ലേ, അന്ന് എനിക്ക് എന്തിനേണ്ടി നെല്ലിക്കപ്പുളി കൊണ്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ചിലർക്കൊക്കെ അറിയാം. അറിഞ്ഞോട്ടെ, സൂക്ഷിക്കണേ. ഈ പെമ്പിള്ളേരുടെ ഒരു ചിരി കാണുമ്പോ എന്താ പെമ്പിള്ളേർക്ക് ചിരിച്ചുകൂടെ? ചിരിച്ചോടി ചിരിച്ചോ, പക്ഷെ മറ്റുള്ളവനെ വിഷമിപ്പിക്കുന്നതിനാ. നരച്ചല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? പഠിപ്പാ തങ്കമ്മോ, ഞങ്ങൾക്കൂടെ ഒക്കെ താ. തനിക്ക് എന്തോ നടോ വേണ്ടേ? കപ്പലുണ്ടി. ആഹാ, അത്ര വലിയ ആക്കമാണെങ്കിലേ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിച്ചു തരണം. അതല്ലെങ്കിൽ പെണ്ണും പിള്ളേ അടുക്ക് ഇടപാട് ചെയ്തിട്ട് പോരണം. ചീട്ട് കളിക്കുന്നിടത്ത് കപ്പലണ്ടിയും കൊണ്ട് വരെ. എന്നാലും തങ്കമ്മോ, നിന്റെ കൈ കൊണ്ട് തരുന്നതിന് പ്രത്യേക സ്വാദില്ലേടി. അതെയോ? എന്നാ തരാം. നീ എന്തിനാ കൊച്ചു എന്നോട് പഠിക്കാൻ പറ്റും? ഞാൻ തങ്കമ്മോടല്ലേ ചോദിച്ചു, നീ എന്നെ വാങ്ങി പോ. പാടിക്കായി വാ. തൊഴിലില്ലാതെ കൂടിയിരിക്കുക, വഴിയെ പോന്ന പെമ്പിള്ളേരൊക്കെ കോമന്റ് അടിക്കാൻ പാടി പോരാനി. ജാനകി ആളുപുള്ളി വേറെയാ, നിങ്ങളെ വേലയൊന്നും നടപ്പില്ല. തങ്കമ്മ പെണ്ണ് പാവ, കടത്തുകടവിലെ പാർവതിലെ മോളാണേലും തട്ടും. ആ അവള് തട്ടും. തുണി ഇരുന്നോട്, മടിയെ വന്നവരൊക്കെ ഇത് തന്റെ കളിക്ക് തട്ടട്ടെ. അടിയെ പ്രസംഗി മടി വാ. ഇതാരാണ്ട് മീൻ മേടിക്കാറുള്ള വട്ടിയാ. ഒന്നുകൂടി കൊണ്ട് വെക്കിയാ കിടപ്പില്ല, നല്ല രസമുണ്ട്. രണ്ട് ചായ, എനിക്കൊന്ന്, എന്റെ ജാനകിക്കൊന്ന്. എനിക്കൊന്നും വേണ്ട.
എന്റെ തങ്കി, എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്? 5 ദിവസമായി. 5 ദിവസമായി? എന്നാ വള്ളത്തിൽ പോകണ്ട, ഇവിടെ തന്നെ എന്നെ കണ്ടോണ്ടിരുന്നു. ആ, കപ്പലിൽ ജോലി കിട്ടുന്നവരെ ഞാൻ വള്ളത്തിൽ പോകും. കപ്പലിൽ പോയാ പിന്നെ എന്നാ കാണുക? ലോകമെല്ലാം ചുറ്റി തിരിച്ചു വരുമ്പോഴേ. അതൊക്കെയില്ല, ഞാൻ വിടുകയില്ല. ഉച്ചയ്ക്ക് വെള്ളത്തിലിറങ്ങിയതാ, വല്ലാതെ വിശക്കുന്നു. അതിലാണ് തിന്നു നിൽക്കല്ലേ, അച്ഛൻ വരുമ്പോ വഴക്ക് പറയും. തിന്നു നിൽക്കല്ലേ. എനിക്ക് വേണ്ട, എനിക്ക് അത്താഴത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. ഞാൻ പോവാം. നീ ഉച്ചമുതലിന് വെള്ളത്തിൽ കിടന്നതല്ലേ, നിന്റെ ദേഹം ഒന്ന് ഐസ് പോലെ തണുത്തിരിക്കും. ചേട്ടന്റെ ശരീരത്തിന് ഇന്ന് നല്ല ചൂടായിരിക്കും. പിന്നെ നിനക്ക് ബെൽറ്റ് പാടി കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? വള്ളത്തിൽ വെച്ചിരിക്കുക.